നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ ചിറ കാണാൻ. ഈ ചിറ വെറുതെ കാണാൻ വന്നതല്ല. ഇവിടെ ഒരു ജീവിയുണ്ട്, ഒരു അധിനിവേശ ജീവി. അതായത് മറ്റുള്ള ഒരു രാജ്യത്തു നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിലെത്തിപ്പെട്ടതാണ്. അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജീവിയാണ്. ഒരു ആമയാണ്. ആമ എന്ന് വെച്ചാൽ റെഡ് ഇയർ സ്ലൈഡർ ടർട്ടിൽ എന്നറിയപ്പെടുന്ന ചെഞ്ചവിയൻ ആമ എന്നറിയപ്പെടുന്ന ഒരു ആമയാണ്. അത് നമ്മൾ ഈ തിരുവച്ചിറ ക്ഷേത്രകുളത്തിൽ എങ്ങനെ വന്നു വിട്ടു എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ആരെങ്കിലും വളർത്തിയിട്ട് ഒഴിവാക്കിയതായിരിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആമ. ഈ ആമനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കണ്ണിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു റെഡ് കളറിൽ ഒരു ലൈൻ ഉണ്ടാവും. പിന്നെ കാണാൻ തന്നെ ഭംഗിയാണ്. അതിൻ്റെ കാലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ലൈൻസ് പോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ. പിന്നെ ഇവർ എന്ത് കിട്ടിയാലും തിന്നും. പച്ചക്കറി ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, എന്തായാലും എന്തും കഴിക്കും. ഇതിപ്പോൾ ഞങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൊരി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആമകളെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മുടെ ആമകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇഷ്ടം പോലെ ഇതിനകത്ത് പെറ്റ് പെരുകിയിട്ടുണ്ട്. ഇതിനി എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതിങ്ങനെ കുറച്ച് വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കണ്ടു ഈ ഒരു ആമയെ പറ്റിയിട്ട്. അപ്പോൾ ഈ ആമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെഞ്ചവിയൻ ആമ എന്ന് പറയപ്പെടുന്ന ഈ ആമ വെരി ഡേഞ്ചറസ് ആണ്. അതായത് കുട്ടികളിൽ വരെ അലർജി ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളൊക്കെ ബാൻ ചെയ്തൊരു ജീവിയാണ്. ഇത് പ്രകൃതിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ വരെ ഉത്തരവിട്ടിട്ടുണ്ട്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാക്കുകയും അത് മൊത്തത്തിൽ ആ ഒരു ആവാസ വ്യവസ്ഥ തന്നെ, അതിപ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ളത്, ഇപ്പോൾ ഒരു കുളത്തിലാണെങ്കിൽ കുളത്തിൽ, കായലിലാണെങ്കിൽ കായലിൽ, ആ ഒരു ആവാസ വ്യവസ്ഥയിലുള്ള മൊത്തം ജീവികളെ നശിപ്പിച്ച് കളയും. തവള, മത്സ്യങ്ങൾ, ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാകുന്ന ജലസസ്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ ഒരു ആമ. ഈ ചെഞ്ചവിയൻ ആമേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളിൽ വരെ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനധികം വളർത്തുന്നതും ചെറുതിൽ കാണാനുള്ള ആ ഭംഗീനെ കൊണ്ട് കൊച്ചുകുട്ടികൾ തന്നെയാണ് ഇതിനെ കൂടുതലായിട്ട് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ ഒരുപാട് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദയവേത് ഈ ആമയെ ആരും തന്നെ വളർത്തരുത്. ഈ കുളത്തിലിപ്പോൾ ഒരുപാട് ആമകളായി. ഇനി എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് ബന്ധപ്പെട്ടവരെ ആളുകളുടെ അടുത്ത് എത്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ജസ്റ്റ് ഇതൊന്ന് കാണിക്കാമെന്ന് വേണ്ടി മാത്രം. അപ്പോൾ ഈ ആമകളെ ദയവേത് ആരും വളർത്താതിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ചെഞ്ചവിയൻ ആമ, അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ അഥവാ ഇനി ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു നമ്പർ കൊടുക്കാം. ആ നമ്പറിനകത്തോട്ട് വിളിച്ചാൽ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. ഞാൻ കുറച്ച് വീഡിയോസിൽ നിന്ന് കണ്ടിട്ടെടുത്ത നമ്പറാണ്. അതിപ്പോൾ നിലവിലുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ആമേനെ ഞങ്ങളവിടെ കുളത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ആമകൾ ഒരുപാട് കച്ചവടത്തിനായിട്ട് വരുന്നുണ്ട്. അതായത് ഓർണമെൻ്റൽ ഫിഷ് വിഭാഗത്തിൽ പെടുത്തിയിട്ട് അവർ ചെന്നൈയിൽ നിന്നും തിരുപ്പതിയിൽ നിന്നൊക്കെ ഒരുപാട് ഫിഷസിൻ്റെ കൂടെ ഇതും കൂടി ഓർണമെൻ്റൽ ഫിഷ് വിഭാഗത്തിലുള്ള പോലെ കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ആമകളായിട്ട്, വളരെ ചെറിയ ആമകൾ, കാണാൻ നല്ല കളറൊക്കെ ആയിട്ടുള്ള ആമകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് കൊണ്ടുവന്നത് അധികം കുട്ടികളാണ് ഈ ആമകളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദയവേത് ഇതിപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങളിലൊന്നും ഇതിനെ നിരോധിച്ചതായിട്ടോ ഒന്നും ഇവിടെ അറിവുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ആമകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ട് അതിനെ അവർ കൊണ്ടുപോയിക്കോളും. ട്രാഷമിസ് സ്ക്രിപ്റ്റ എലഗൻസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെഞ്ചവിയൻ ആമകൾ നമ്മുടെ ജലാശയത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷം ചെയ്യും. മിസിസിപ്പി നദി, ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നിവിടങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം.
വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക. ദയവായി ഈ വീഡിയോ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.